നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹിക സമത്വവും ലിംഗസമത്വവും ഒക്കെ ഉറപ്പാക്കാനായി ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാരാണ് അസം സംസ്ഥാന സർക്കാർ. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒട്ടനവധി ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിയമപരിഷ്കരണങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന ഉറപ്പിക്കുന്ന രീതിയിലുള്ള സാമൂഹിക പരിഷ്കരണങ്ങളുമെല്ലാം ഹിമന്ത ബിശ്വ സർക്കാരിൻ്റെ ഭരണകാലത്ത് അസമിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂന്നാം തവണയും അസമിൽ BJP അധികാരത്തിൽ വന്നത്. 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും BJP അവിടെ തിളക്കമാർന്ന വിജയം നേടുകയായിരുന്നു. ജനകീയനായി മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ മാറുകയായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം പിന്നീട് BJPയിലേക്ക് വന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അസംതൃപ്തി പ്രകടിപ്പിച്ചതിന്, അല്ലെങ്കിൽ അസംതൃപ്തി തുറന്നു പറഞ്ഞുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അസം പോലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും അവിടുത്തെ നേതാക്കളെയും അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വന്നത്. BJPയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ പിന്നീട് തിളങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറി, ജനകീയനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറി, BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായി മാറി, പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയുമായി. അങ്ങനെ ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങളാണ് അസമിൻ്റെ സാമൂഹിക മേഖലയിൽ ഹിമന്ത ബിശ്വ ശർമ്മ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവരെ സർക്കാർ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്രഖ്യാപനവും തീരുമാനവുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സർക്കാർ പദ്ധതികൾ ഒട്ടനവധി സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട്, സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന സഹായ പദ്ധതികളുണ്ട്. ഇതിനൊന്നും തന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ അസം സർക്കാർ നടത്തിയിരിക്കുന്നത്. അസമിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ, ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന രീതിയുണ്ട്. ഇത് സാമൂഹികമായ സമത്വത്തിന് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല സ്ത്രീ സുരക്ഷയെ അത് ബാധിക്കുന്നുണ്ട്. സ്ത്രീകളെ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചുകൊണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ബഹുഭാര്യാത്വം, ആ ബഹുഭാര്യാത്വത്തെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിനെതിരെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നതാണ്. ഇപ്പോഴിതാ ഈ സർക്കാർ പദ്ധതികളിൽ നിന്നും ഇവരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബഹുഭാര്യാത്വം നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് അസം നിയമസഭ പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ബില്ല് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവരെ, ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അതായത് 7 വർഷം വരെ തടവും പിഴയും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ കിട്ടും എന്ന ഒരു നിയമ ഭേദഗതിയാണ് അസം നിയമസഭ വരും ദിവസങ്ങളിൽ പരിഗണിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇത് പങ്കാളിയെ അറിയിക്കാതെയാണ് ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം, അല്ലെങ്കിൽ താൻ വിവാഹിതനാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് എങ്കിൽ 10 വർഷം വരെ ഈ തടവ് ശിക്ഷ നീട്ടാം എന്നതും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കർശനമായ നിയമങ്ങളടക്കം ഉണ്ടാക്കിക്കൊണ്ട് ബഹുഭാര്യാത്വത്തിനെതിരെ കർശനമായ നടപടി എടുക്കാൻ അസം സർക്കാർ തയ്യാറായിരിക്കുകയാണ്. നേരത്തെ ശൈശവ വിവാഹത്തിനെതിരെയും കർശനമായ നടപടികൾ അസം സർക്കാർ എടുത്തിരുന്നു. ശൈശവ വിവാഹം അസം പോലെയുള്ള സംസ്ഥാനത്ത് അത് വളരെയധികം വ്യാപകമായി കാണപ്പെട്ടിരുന്നു. ചില മതവിഭാഗങ്ങൾക്കിടയിൽ അത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ ശൈശവ വിവാഹം, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ആ ഒരു സമ്പ്രദായത്തിനാണ് അറുതി വന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ അതിനെതിരെ കർശനമായ നിയമം പാസ്സാക്കുന്നു, ബോധവൽക്കരണ പരിപാടികളും മറ്റും നടത്തുന്നു. മദ്രസ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വലിയ പരിഷ്കാരങ്ങൾ നടത്തി. നിരവധി അനധികൃത മദ്രസകൾ പൂട്ടിച്ചു. അതോടൊപ്പം തന്നെ മദ്രസകളിൽ എന്തു പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ കരിക്കുലം തയ്യാറാക്കി. ഇങ്ങനെ വലിയ രീതിയിൽ ജനസംഖ്യ മാറ്റം, അതിർത്തിക്കപ്പുറത്ത് നിന്നും അനധികൃതരായ ബംഗ്ലാദേശികൾ അസമിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. ഇങ്ങനെ കുടിയേറിയവർ അവിടെ ഭൂമിയും മറ്റും വാങ്ങി ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കാരായി കഴിയുന്നുണ്ട്. ഇത്തരക്കാരെയൊക്കെ പുറത്താക്കുന്നതിൽ വളരെ കർശനമായ നിലപാടാണ് അസം സർക്കാർ സ്വീകരിച്ചത്.
ഇപ്പോൾ ബംഗാൾ സർക്കാർ ചെയ്യുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ അസം സർക്കാർ ഈ അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടി അതിർത്തിക്കപ്പുറത്തേക്ക് കളയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്രമാത്രം സംസ്ഥാനത്ത് വലിയ സാമൂഹിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള വിപ്ലവകരമായ ഭരണ നയമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ യുടെ നേതൃത്വത്തിൽ അസമിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബഹുഭാര്യാത്വം അത് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് വരാൻ പോകുന്നു. ആ ബില്ലിൽ 7 വർഷം വരെ തടവാണ് ബഹുഭാര്യാത്വം ഉണ്ടായാൽ, മാത്രമല്ല 10 വർഷം വരെ അത് നീട്ടുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ സർക്കാർ പദ്ധതികളിൽ നിന്നും ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാനും ഇപ്പോൾ അസം മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്.